അമേരിക്കയിലെ ഇന്ത്യൻ വംശജ 11 വയസ്സുള്ള മകന്റെ കഴുത്തറുത്ത് കൊന്നു. കർണാടകയിൽ നിന്നുള്ള പ്രകാശ് രാജിന്റെ ഭാര്യ സരിതയാണ് ഇത് ചെയ്തത്. പ്രകാശ് രാജും സരിതയും ഇന്ത്യൻ വംശജരാണ്. അവർ അമേരിക്കയിലായിരുന്നു താമസം. അവർ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അവസാനം 7 വർഷം മുമ്പ് ഡൈവോഴ്സ് ചെയ്തു. പക്ഷേ കോടതി ആ ആൺകുട്ടിയുടെ സംരക്ഷണം ഭർത്താവിനെ ഏൽപ്പിച്ചു. അത് ലിറ്റിഗേഷൻ കേസുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകളായി. കഴിഞ്ഞ വർഷം മകനെ തിരിച്ചു കിട്ടാനായിട്ട് സരിത നിയമ പോരാട്ടം തുടങ്ങി. അവര് കാലിഫോർണിയയിലെ ഫെയർഫാക്സ് എന്ന സ്ഥലത്തേക്കാണ് അവർ താമസം മാറ്റിയത്. അവിടെ നിന്ന് അവർ നിയമ പോരാട്ടം തുടങ്ങി. ഭർത്താവ് പ്രകാശ് രാജിന് മകനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇപ്പം കൊച്ചിന് 11 വയസ്സ് പ്രായമുണ്ട്. മകന്റെ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യത്തിൽ ഭർത്താവ് എടുക്കുന്ന തീരുമാനം ശരിയല്ല എന്നാണ് സരിതയുടെ കോടതിയിലെ വാദം. ഏതായാലും സരിതയ്ക്ക് വേറെ മക്കളില്ല, ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ. തന്നെ മകനെ അവർ പൊന്നുപോലെ നോക്കിയതാണ്. പക്ഷേ അമേരിക്കൻ കോടതിയുടെ വിധി അനുസരിച്ച് കഴിഞ്ഞ 1 വർഷമായി ഭർത്താവിൻ്റെ കയ്യിലാണ് 11 വയസ്സുള്ള മകൻ. അവൻ്റെ സർവ്വകാര്യങ്ങളിൽ തെറ്റി, അവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഭർത്താവിന് ശ്രദ്ധയില്ല. അതിലെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുട്ടിയെ തനിക്ക് വിട്ടുകിട്ടണം എന്നുള്ള അവര് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 ദിവസത്തേന് അവരെ കൊച്ചിനെ വിട്ടുകൊടുത്തു. ആ നിയമയുദ്ധത്തിൽ അവർക്ക് അത്രയെങ്കിലും പുരോഗതി ഉണ്ടായി. 3 ദിവസത്തിന് കൊച്ചിനെ വിട്ടുകൊടുക്കാൻ വിധി വന്നപ്പോൾ കുട്ടിയെ സന്തോഷിക്കാനായിട്ട് ഡിസ്നി ലാൻഡിലേക്ക് മകനെയും കൊണ്ട് അവർ വെക്കേഷനിൽ പോയി. അവിടെ പോയി 2 ദിവസം താമസിച്ചു. കൊച്ചിന് വലിയ സന്തോഷമായി. 3-ാം ദിവസം അവര് വീട്ടിൽ നിന്ന് കരുതിക്കൊണ്ടുവന്ന കറുക്കത്തി കൊണ്ട് 11 വയസ്സുള്ള മകന്റെ കഴുത്തറുത്തവര്. അതിനുശേഷം അവര് മരിക്കാനായിട്ട് അവര് ഉറക്ക ഗുളിക ധാരാളം കഴിച്ചു. എന്തായാലും പോലീസ് വന്ന് ഇടപെട്ടു. കുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കി. കുട്ടി കൊല്ലപ്പെട്ടു. ഇവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട്. ഇവര് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഴിച്ച ഉറക്ക ഗുളിക ധാരാളം കഴിച്ചെങ്കിലും പെട്ടെന്ന് പോലീസ് ഹോസ്പിറ്റലിൽ ചെന്നുകൊണ്ട് അവർ സർവൈവ് ചെയ്തു. അവർ കഴിച്ച ഗുളികളെല്ലാം വയറ്റിൽ നിന്ന് പുറന്തള്ളി. അവര് ഇപ്പം ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നോർമലായി. പക്ഷേ തൻ്റെ മകനെ അവര് കൊന്ന ചരിത്രമാണ് കേൾക്കുന്നത്. US ഇന്ത്യൻ വംശജ ആണ് ഇവർ. അവിടുത്തെ സിറ്റിസൺ ആണ്. അതുപോലെ പ്രകാശ് രാജ് സിറ്റിസൺ ആണ്. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള ആ വിവാഹ ബന്ധം 7 വർഷം മുമ്പാണ് അവർ തമ്മിൽ വേർപെട്ടത്. പക്ഷെ അന്ന് മുതൽ രണ്ടുപേരും കൊച്ചിനെ കിട്ടാൻ വേണ്ടിയുള്ള നിയമയുദ്ധങ്ങളാണ്. പക്ഷേ ആ യുദ്ധത്തിൽ സരിത പരാജയപ്പെട്ടുകൊണ്ടായിരിക്കണം അവർ വീണ്ടും കേസിന് പോയി 3 ദിവസമെങ്കിലും കസ്റ്റഡി വാങ്ങിച്ചിട്ട് ഇനി തൻ്റെ കൊച്ചിനെ അയാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ കൊന്ന് താനും മരിക്കാം എന്നവർ തീരുമാനിച്ച് അവസാനം കുട്ടിയെ അമ്മയുടെ ഒപ്പം വന്ന് സന്തോഷിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ നിന്ന് ഇവര് കാലിഫോർണിയയിലെ ഫെയർഫാക്സിൽ നിന്ന് നേരെ ഡിസ്നി ലാൻഡിലേക്ക് പോയി. അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. കൊച്ചിനെ കൊണ്ട് അവിടെ താമസിച്ചു. 2 ദിവസം താമസിച്ച് 3-ാം ദിവസമാണ് കൊച്ചിന്റെ കഴുത്തറുത്തത്. 11 വയസ്സുള്ള ആൺകുട്ടിയാണ്. എന്തായാലും ഇത് വലിയ വാർത്തയായി അമേരിക്കയിലും കാലിഫോർണിയയിലും ഒക്കെ. കാരണം ഇന്ത്യൻ വംശജയായ സരിതയാണ് തൻ്റെ കുട്ടിയെ കൊന്നത് എന്ന വാർത്തയാണ് അവിടെ മുഴുവൻ പ്രചരിച്ചത്. പിതാവ് എന്തായാലും ആ കുട്ടിയെ ഒരിക്കലും തഴയില്ലായിരുന്നു. കാരണം ഇത്രയും വർഷം കുട്ടിയെ വളർത്താനായിട്ട് കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചു. പക്ഷേ അമ്മയുടെ വാശിയും വൈരാഗ്യം കാരണം ഒരു കൊച്ചിൻ്റെ അത് ആൺകുട്ടിയുടെ ജീവനാണ് പോയത്. അത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ഭാര്യാഭർത്താക്കന്മാർ കൂടുതലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാരണം പലരും മറ്റു ബന്ധങ്ങളും ഒക്കെ വന്നതുകൊണ്ട് പലരും ഡൈവോഴ്സിലേക്ക് പോയി ലിവിങ് ടുഗദറിലൊക്കെ ആയിട്ട് താമസിക്കുന്ന ചരിത്രമാണ് നമ്മൾ കഴിച്ചത്. പക്ഷെ കുട്ടികളെ എന്ത് പിഴച്ചു, അവരെ എന്തിനാണ് കൊല്ലുന്നത്, അവരെ എന്തിനാണ് ബലിയാടാക്കുന്നത്? അത് പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ വംശജർ ഒരിക്കലും അവരുടെ സന്തതി, അവരെ അപ്പനെയും അമ്മയും അവർ സംരക്ഷിക്കും. അവരെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. പക്ഷെ അതിന് ചില വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ചിലർക്ക് കൊണ്ടായെങ്കിലും പൊതുവെ 90-99% ഇന്ത്യൻ വംശജരുടെ ജീവിത രീതി ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ പേരൻസിനെയൊക്കെ സംരക്ഷിക്കും, അതോടൊപ്പം തന്നെ ഭാര്യയും മക്കളെയൊക്കെ സംരക്ഷിക്കുന്ന അങ്ങനെ ഒരു ജീവിതമാണ് ഇന്ത്യയുടെ. അത് ലോകത്തിന് വലിയ മാതൃകയാണ്. പലരും
പല രാജ്യക്കാരും അത്ഭുതത്തോടെയാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലവും കുടുംബ ജീവിത രീതികളൊക്കെ കാണുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഡിസ്നിലാൻഡിൽ കണ്ടത്, അല്ലെങ്കിൽ കാലിഫോർണിയ താമസിക്കുന്ന സരിത കാണിച്ചത്. അതൊരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. സ്വന്തം 11 വയസ്സുള്ള ആൺകുട്ടിയെ കൊന്നിട്ടാണ് അവർ ജീവൻ എടുക്കാൻ പോകുക. അവർ ജീവൻ ഒടുക്കിക്കോളൂ, അതിന് തടസ്സമല്ല. പക്ഷെ എന്തിനാണ് ആ കുട്ടിയെ, അത് സംരക്ഷിക്കാൻ ഒരാൾ, ഭർത്താവ് അതിന് പുറകെ ഉണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ സ്വാർത്ഥത വളരെ കൂടുതലുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ചിന്താഗതി വരുന്നത്. പരസ്പരം രണ്ടുപേരും കൂടെ കുട്ടിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാം, വാശിയും വൈരാഗ്യമൊന്നും വേണ്ട. കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അതിൻ്റെ സംരക്ഷണത്തിനാണ്, അതിൻ്റെ മനസമാധാനത്തിനാണ്, അതിൻ്റെ സന്തോഷത്തിനാണ്. ഇങ്ങനെ വേർപിരിയുന്ന അപ്പനും അമ്മയും ഇതുപോലുള്ള പ്രവൃത്തിയിലേക്ക് എടുത്ത് ചാടാതെ ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ നിന്ന് സഹകരിച്ചും അതിനെ സംരക്ഷിച്ചും അതിനെ സന്തോഷിപ്പിച്ചും നല്ല കുട്ടികളാക്കി വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്.